അച്ഛാ, ഞങ്ങൾ ഇന്നലകളിൽ പാപം ചെയ്തു, ഇനിയിപ്പോ ഞങ്ങള് അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പാപം ചെയ്തു, പാപകരമായ വഴികളിലൂടെ പോയത്, ഇനിയിപ്പോ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ, പാപത്തിന് പരിഹാരം പാപരഹിത ജീവിതമാണ്. പാപത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ പാപരഹിത ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലകളിൽ പാപം ചെയ്തിട്ടുള്ള അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇനി ഇന്നലകളിൽ ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിച്ചത്? ഇനി അതിനുള്ള പരിഹാരം എന്താണ്? ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്നലകളിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാണ് ഞാൻ ജീവിച്ചതെങ്കിൽ ഇനി അതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുക. അപ്പോ എല്ലാ പാപത്തിന്റെയും പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഒരുവന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത്. കാരണം യേശുവിൽ നിന്ന് അകന്നതാണ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നതാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം, അടിസ്ഥാന കാരണം അതാണ്. അപ്പോ ഈ കാരണത്തിൽ നിന്നുള്ള പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവാണ്. അതാണ് ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം നഷ്ടപ്പോയതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തി. ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തി. ഇനി അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ തയ്യാറായപ്പോ നഷ്ടപ്പെട്ടതൊക്കെ അപ്പൻ തിരിച്ചു കൊടുക്കും നമ്മൾ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, കുടുംബത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, കുടുംബ ബന്ധങ്ങളിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, അതിന്റെ കാരണങ്ങൾ എന്തുമാകട്ടെ, അതിനുള്ള പരിഹാര ജീവിതം യേശുവിലുള്ള ജീവിതമാണ്. നിന്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടോ, തിരിച്ചെടുക്കാനാകാത്ത വിധം ചില ജീവിതത്തിന്റെ നിഷ്കളങ്കതയും വിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്. തിരിച്ചെടുക്കാനാകാത്ത വിധം ചില ദാമ്പത്യത്തിന്റെ വിശ്വസ്തതകൾ നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യങ്ങളുണ്ട്. ഇതിനൊക്കെ എന്ത് പരിഹാരം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, തിരിച്ച് കർത്താവിങ്കിലേക്ക് വരിക. അവന്റെ സ്നേഹത്തിലും അവന്റെ പരിശുദ്ധിയിലും അവനോടുള്ള വിശ്വസ്തതയിലും ജീവിക്കാൻ നീ ആരംഭിക്കുമ്പോഴുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം നിനക്ക് കൂട്ടിച്ചേർത്ത് തരും. നമ്മൾ വിചാരിക്കും ഇതിന് എങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിന്റെ ആത്മാവിനാൽ അത് കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ പാപങ്ങളുടെയും കടന്നുപോയ, സ്വർഗത്തെ, ദൈവത്തെ, നിത്യതയെ നഷ്ടപ്പെടുത്തി ഇന്നലകളിൽ കടന്നുപോയ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിഹാരം തേടി എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ പരിഹാരം തേടി, ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി സകല സ്ഥലങ്ങളിലും പോകും. നമുക്കറിയാം നമ്മൾ ചെയ്ത പാപമാണെങ്കിൽ, നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ, നമ്മൾ പോയ വഴികളിൽ പാപത്തിന്റെ വഴികളാണ് നമുക്കറിയാമെങ്കിൽ അതിന് പരിഹാരം എന്ന് പറയുന്നത് പാപരഹിത ജീവിതമാണ്. അതിന് വേറെ ആളെ അന്വേഷിച്ച് പോകണ്ട, ഒരു പരിഹാരവും ചെയ്യണ്ട. ആ പരിഹാരം യേശു കാൽവരിയിൽ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് പാപത്തിന്റെ സകല പരിഹാരവും സകല ശിക്ഷയും കാൽവരിയിൽ, ഈ അൾത്താരയിൽ, ഈ ബലിയിൽ, തന്റെ കാൽവരി യാഗത്തിൽ യേശു പൂർത്തീകരിച്ചത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ ബലിയാണ്, കാൽവരി യാഗമാണ്. ഇങ്ങോട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി നമ്മൾ വരേണ്ടത്. വിശുദ്ധ കുർബാനയിലാണ് ഒരു ദൈവ പൈതൽ തന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുന്നത്, തന്റെ പാപത്തിലുള്ള പരിഹാരം കണ്ടുപിടിക്കുന്നത്, തന്റെ ജീവിതത്തിന്റെ തകർച്ചകൾക്കുള്ള പരിഹാരം കണ്ടുപിടിക്കുന്നത്, തന്റെ കണ്ണുനീരിന്റെയും തന്റെ വേദനയുടെയും തന്റെ ചങ്കുപൊട്ടുന്ന നൊമ്പരങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടുപിടിക്കുന്നത് ഈ അൾത്താരയിലാണ്. ഈ അൾത്താര വിട്ടിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അവന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പൂർത്തീകരിക്കപ്പെട്ടത് ഈ അൾത്താരയിലാണ്, ഈ കാൽവരിയിലാണ്, ഈ ബലിവേദിയിലാണെന്ന് ഒരാത്മാവ് തിരിച്ചറിയുന്നിടത്താണ് അവന്റെ പാപത്തിന്റെയും അവന്റെ തലമുറ ശാപത്തിന്റെയും അവന്റെ ജീവിതത്തിന്റെ തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും തടസ്സങ്ങളുടെയും എല്ലാ കെട്ടുകൾ അഴിയുന്നത്. എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ബലിവേദിയാണ്, ഈ അൾത്താരയാണ്, ഈ കാൽവരി യാഗമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ്.